ഹേയ് വിടാൻ നോക്ക്. ചുറ്റുമുള്ളവർ പാട്രിക്കിനെ കടന്നു പിടിച്ചു. വിടരുതവനെ. പക്ഷേ നിൽക്കൂ പാട്രിക്. അവൻ താഴേക്ക് ചാടിയല്ലോ. എന്താണ് അവൻ്റെ ഉദ്ദേശം? ഇരുട്ടാണല്ലോ. താഴേക്കിറങ്ങണോ? നമുക്കൊന്ന് ആലോചിക്കാം. ഹെൻറി, നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തത്? എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷെ പറയാനുള്ളത് ഒട്ടും നല്ല കാര്യങ്ങളല്ല. പറയൂ ഹെൻറി, മുഖവുര ആവശ്യമില്ല. ഡ്രാക്കുള പാട്രിക്കിനെ പൂർണ്ണമായും അടിമയാക്കി കഴിഞ്ഞു. നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല. എന്ത്? അതെ, അവൻ്റെ ഭാവമാറ്റം നിങ്ങൾ കണ്ടതല്ലേ? അവൻ്റെ പല്ലുകൾക്ക് നീളം കൂടിയതും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഉവ്. പക്ഷേ എങ്ങനെ ഡ്രാക്കുള അവനെ അടിമയാക്കി? പറയാം, എല്ലാം പറയാം. പക്ഷെ നമ്മളാരും ഇനി ജീവനോടെ കര കാണുമെന്ന് തോന്നുന്നില്ല. ഹെൻറി, നിങ്ങൾ നുണ പറയുകയാണ്. നമ്മൾ രക്ഷപ്പെടും, എനിക്ക് വിശ്വാസമുണ്ട്. അല്ല ക്യാപ്റ്റൻ, നമ്മളെ അവൻ ഈ കപ്പലിലേക്ക് തന്ത്രപൂർവ്വം കയറ്റുകയായിരുന്നു. എന്തിന്? അവൻ അമേരിക്കയിൽ എത്തും വരെ ശക്തനായിരിക്കാൻ കുറേ പേരുടെ രക്തം വേണം. അതിന്. ഹെൻറി, നിങ്ങൾ പറയുന്നത് അവനുള്ള ഭക്ഷണമായാണ് നമ്മളെ നിർത്തിയിരിക്കുന്നതെന്നാണോ? സത്യം. അവൻ പാട്രിക്കിൻ്റെ രക്തം കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവനെ അടിമയുമാക്കി കഴിഞ്ഞു. അവൻ്റെ നിയന്ത്രണത്തിലായിരിക്കും പാട്രിക്. പക്ഷേ എങ്ങനെയാണ് അവൻ ആളുകളെ അടിമയാക്കുന്നത്? രക്തം കുടിക്കുന്നതോടൊപ്പം അവൻ്റെ രക്തം കുറച്ചാളുകളിലേക്കും അവൻ പകർന്നു നൽകും. അതോടെ അവർ അവൻ്റെ അടിമകളാകും. ഹോ, ഭയങ്കരം. നാം ഇനി എന്ത് ചെയ്യും? കയ്യിലുള്ള ബാഗിൽ വെളുത്തുള്ളിപ്പൂക്കൾ ഉണ്ടോ എന്ന് നോക്കൂ. കുരിശുമാലകളും. ബാഗ് എടുക്കൂ. ഭാഗ്യം, കുറച്ച് പൂക്കൾ ഇതിലുണ്ട്. നാം കപ്പലിൽ വെച്ച് എടുത്തവയാണിവ. കുരിശുമാലകളൊന്നും തന്നെയില്ല, എൻ്റെയും ഹെൻറിയുടെയും കഴുത്തിലുള്ളതൊഴികെ. എനിക്കൊരാശയം തോന്നുന്നു. ഈ പൂക്കൾ കോർത്തൊരു മാലയാക്കാം. പിന്നീടത്. എന്താണ് ആ ശബ്ദം? അടിത്തട്ടിൽ നിന്നാണല്ലോ. കലി പൂണ്ട പാട്രിക്കിൻ്റെ വിക്രികളാണത്. നമ്മളിനി എന്തു ചെയ്യും? അവൻ എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇവനെ ഞാൻ. താഴെ വീണു. കൂടുതൽ ആലോചിക്കാനില്ല. ഇവനെ നമുക്ക് കടലിലെറിയണം, അല്ലെങ്കിൽ അപകടമാണ്. വേഗമാകട്ടെ. പാട്രിക്, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇനി ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതെ, ഏത് നിമിഷവും ആ ചെകുത്താൻ വന്നേക്കാം. ഹെൻറി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഡയറി എഴുതുകയാണ് ക്യാപ്റ്റൻ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സംഭവങ്ങൾ ആരും അറിയാതെ പോകരുത്. നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ കാവലിരുന്നോളാം. എല്ലാവരും ഉറക്കമൊഴിയേണ്ട കാര്യമില്ല. ശരി, മാറി മാറി കാവലിരിക്കാം. ഞാൻ ഡയറി എഴുതാനിരുന്നു. മറ്റുള്ളവൾ ഉറങ്ങിക്കഴിഞ്ഞു. സൂര്യൻ ഒന്ന് ഉദിച്ചെങ്കിൽ. എന്താണ് ആ ശബ്ദം? ഇവിടെങ്ങും ഒന്നുമില്ലല്ലോ. വലിയ മത്സ്യമോ മറ്റോ ആവും. തൽക്കാലം എഴുത്ത് മതിയാക്കാം. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. പെട്ടെന്ന് അയ്യോ, എന്താ? എന്തു പറ്റി? പാട്രിക്, പാട്രിക്, എവിടെ? എവിടെ അവൻ? അവനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. ദൈവമേ, എന്തൊരു പരീക്ഷണം! ഹെൻറി, അത് വെറും തോന്നലാവും. താങ്കളൊന്നും മയങ്ങിയിട്ടുണ്ടാവും. അല്ല, ഞാൻ കണ്ടതാണ്. ഉറപ്പാണ്. എന്തൊരു നശിച്ച രാത്രി! ഇത് അവസാനിക്കുകയില്ലേ? ഹാവ്, നേരം വെളുത്തു. ആശ്വാസമായി. ഏതെങ്കിലും കപ്പൽ വരുന്നുണ്ടോ എന്ന് നോക്കൂ. പല ദിക്കിലായി നോക്കണം. ഓരോ സ്ഥലവും നിരീക്ഷിക്കേണ്ട ചുമതല ഓരോരുത്തർക്കായിരിക്കും. എത്ര നേരമായി! ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെ. അക്ഷമനാകാതിരിക്കൂ. ഇതിൻ്റെ ഗതി നിയന്ത്രിച്ചിട്ട് തന്നെ കാര്യം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഇത് അനങ്ങുന്നില്ലല്ലോ. ഒന്നുറപ്പായി, ഈ കപ്പൽ നമുക്ക് നിയന്ത്രിക്കാനേ കഴിയില്ല. അന്നത്തെ പകൽ കടന്നുപോയി. വീണ്ടും രാത്രി വരുന്നു. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതെ. ഹെൻറി, എവിടെയോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ശരിയാണല്ലോ റോബർട്ട്. അതെ, അത് താഴെയാണ്. ഞാനിതാ വരുന്നു. ഇവിടുന്നാണ് ശബ്ദം. റോബർട്ട്, അത് തുറക്കാൻ ശ്രമിക്കണ്ട. കുഴപ്പങ്ങൾ കൂടുകയേ ഉള്ളൂ. അതെ, ഇങ്ങ് പോരൂ. ഏതായാലും എന്താണ് ആ ശബ്ദമെന്ന് ശ്രദ്ധിക്കാം. ആരോ കരയുന്നത് പോലെ തോന്നുന്നു. റോബർട്ട്, അവൻ പോയി. ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻ, അവൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. എന്ത്? എങ്ങനെയും അമേരിക്കയിലെത്തുക, എന്നിട്ട് അവിടെ സ്വന്തം സാമ്രാജ്യമുണ്ടാക്കുക. എന്ത്? പക്ഷേ അമേരിക്കയിലെത്താൻ അവനെ അനുവദിക്കരുത്.
പക്ഷെ എങ്ങനെ? അത് എനിക്കൊരാശയം തോന്നുന്നു. പറയൂ. റോബർട്ടിനെ പിടികൂടിയ സ്ഥിതിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് അവൻ ആക്രമണം നടത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അവനെ ആക്രമിക്കുക. ഹെൻറി, എന്താണ് ഈ പറയുന്നത്? അതെ, നാളെ പകൽ താഴത്തെ അറയിലിറങ്ങി നമ്മൾ അവൻ്റെ പെട്ടി കണ്ടെത്തുന്നു. എന്നിട്ട് അതെടുത്ത് നാം കടലിലെറിയുന്നു. ഓ, അത് നടക്കുമോ? നടക്കണം. മനുഷ്യരുടെ നന്മയ്ക്കായി നമ്മളത് ചെയ്തേ പറ്റൂ. ഏതായാലും നാളെ നമ്മളത് ചെയ്യുന്നു. അതെ.